அந்த பசங்க கிட்ட கேட்டா போறோம். கேளுடா. അടുത്ത പട്ടണത്തിലേക്ക് പോകാനാ. ഹൈവേയിലേക്കുള്ള വഴി ഏതാ? ഞങ്ങളും അങ്ങോട്ടാ. വഴി കാണിച്ചു തരാം. ഒന്ന് ഇറക്കിയേക്കാവും. ஏறிக்க சொல்ற. ആ കയറി കയറി. ആരും കാണണ്ട, കിടന്നോളൂ. ആ യാത്ര എന്റെ സ്വപ്നങ്ങളെയൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. ആ യാത്രക്കിടയിൽ എവിടെയെങ്കിലും വെച്ച് കിഷോറിനെ വലിച്ചെറിഞ്ഞിട്ട് സുഷമ എന്റെ മാറിലേക്ക് ഓടിയെത്തുമെന്നും എനിക്ക് ഉറപ്പായി. എനിക്കും ഉറപ്പായിടോ. എനിക്കും. എന്നിട്ട് മാറിൽ വന്ന് എത്തിയോ? പറയാം, ഒന്ന് റിലാക്സ് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ യാത്ര എൻ്റെ പ്രണയത്തിൻ്റെ സ്വർഗകവാടം തേടിയുള്ളതായിരുന്നുവെന്ന്. തലേന്ന് ഉറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ സുഷമ ഉറങ്ങി. രാത്രി ഏറെ ചെന്നു. ലോറി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു. പെട്ടെന്നൊരിടത്ത് സ്ലോ ചെയ്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അതൊരു ബ്രോത്തലായിരുന്നു. ബ്രോത്തലാ എന്ന് വെച്ചാല്? വേശ്യാലയം. അഡ്രസ് പറ. എന്തിനാ അങ്ങോട്ട് പോകാനാ? അല്ല, പോലീസിനെ അറിയിക്കാനാ. എന്നാ താൻ പോയി അറിയിച്ചിട്ട് വാ, ഞങ്ങൾ കഥ കേൾക്കാം. പറ സച്ചു. എന്നെ എവിടെയെങ്കിലും അടിച്ചിട്ടിട്ട് സുഷമ എവിടെ ആക്കാനാണ് അവരുടെ പരിപാടി എന്ന് ഞാൻ ഭയന്നു. മറ്റൊന്നും ആലോചിച്ചില്ല. സുഷമയെ വിളിച്ചുണർത്തി ഞങ്ങൾ ഓടി. അറിയില്ല. പോയി നോക്കാം. ഫോൺ ചെയ്യാൻ ഒരു ഇടം കിട്ടിയിരുന്നെങ്കിൽ. അങ്ങോട്ട് നോക്കണ്ട സച്ചു, അങ്ങോട്ട് നോക്കണ്ട. ഒരാൾ എന്നെ നോക്കി ചിരിക്കുന്നു. സാരമില്ല, മൈൻഡ് ചെയ്യണ്ട. ബസ്സിന് രാവിലെ ഉള്ളൂ. പക്ഷെ നമ്മൾ രക്ഷിക്കാൻ അവർ വരുന്നുണ്ട്. ഞാൻ എല്ലാവരോട് പറഞ്ഞു. ആര്? എന്റെ ഫ്രണ്ട്സ്. എങ്ങോട്ടാ? ഇവിടെ എത്ര അധികം സ്ഥലം ഉണ്ടെങ്കിലും ഇവിടെ തന്നെ വന്നിരിക്കണോ അല്ലേ? അതിനിപ്പോ എന്താ, ഇത് പൊതുസ്ഥല. എനിക്ക് ഇഷ്ടമുള്ളടത്ത് ഞാനിരിക്കും. സാരമില്ല, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. വാ. என்னண்ணே உங்களுக்கெல்லாம் என்ன? வாங்க, வண்டி ரெடி. ம் ம் നീ സച്ചുവിനെ കൊണ്ട് വണ്ടിയിലോട്ട് വയ്ക്കോ. ഞാൻ തന്നെ. അതെ, കണ്ടാ തോന്നും കട്ടോണ്ട് വന്നാണെന്ന്. എന്നാ സത്യമല്ല. അത് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കുട്ടിയാ. എന്റെ ഫ്രണ്ട് സച്ചുവിന്റെ ഫ്രണ്ട്. ആ ഫ്രണ്ടിനെ വേറൊരു ഫ്രണ്ടിനെ വീട്ടിൽ കൂടി വിടണം. അത്രേ ഉള്ളൂ. പോയിക്കട്ടെ. കട്ടോണ്ട് വന്നത് തന്നെയാ. ശരിയാ, ഞങ്ങളുടെ ലോറിയിലാ അവര് വന്നത്. எப்படியும் பிடிச்சுக்கலாம். എല്ലാവരും കൂടി അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി പോയിരിക്കുക ബോംബെയിൽ. അടുത്ത ആഴ്ചയാ ഓപ്പറേഷൻ. അതൊക്കെ കഴിഞ്ഞ് വരൂ. ഇനിയിപ്പോ എങ്ങനെ? നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനങ്ങ് തിരികെ പൊക്കോളാം. സുഷമയ്ക്ക് സച്ചിനെ പോലെ ഞങ്ങളെയും കരുതാമെങ്കിൽ എല്ലാവർക്കും കൂടെ താമസിക്കാൻ ഒരിടം
ഞാൻ ഒപ്പിക്കാം. എവിടെ? എൻ്റെ ചേട്ടൻ വിശ്വനാഥ പിള്ളയുടെ വീട് ഒഴിഞ്ഞ് കിടപ്പുണ്ട്. പുള്ളി ടൂറില്ല. താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. വേണേ ഒരു 5-6 ദിവസം നമുക്ക് അവിടെ താമസിക്കാം. എന്തു പറയുന്നു? എല്ലാം സച്ചു പറയും പോലെ. ഒന്നും പേടിക്കണ്ട, ഞാൻ സുഷ്മയുടെ കുസുമോ എന്ന് കരുതിയാൽ മതി. ഞാനും അതെ, ഞാനും കുസുമം തന്നെ. ഞാൻ പിന്നെ കുസുമോ ആണല്ലോ. മറിക്കെ. അപ്പോ ഈ 4 കുസുമത്തുകളും കൂടി ഈ സുഷമത്തി അങ്ങ് കൊണ്ടുപോവാ. ഓക്കെ, റെഡി? 1 2 3. സച്ചു അമ്മയെയും അച്ഛനെയും വിളിച്ചോ? അമ്മയെ വിളിച്ചു. എന്നിട്ട് ഉള്ളതൊക്കെ ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. അപ്പോ സുഷ്മയെ നന്നായി നോയിക്കൊള്ളേന്ന് പറഞ്ഞു അമ്മ. സുഷ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു അമ്മ. സച്ചു ഒരു ഭാഗ്യവാനല്ലേ? സുഷ്മ എന്തറിയുന്നു? എന്താ അങ്ങനെ? ഒന്നുമില്ല. എടാ വിജയരാഘവ, മജീദേ, സർവത്ര കുഴപ്പമായി. നാട്ടുകാരൊക്കെ എന്തൊക്കെയോ അറിഞ്ഞിരിക്കുന്നു. വാ. എടാ, ആ പലചരക്ക് കിടക്കാരൻ ചോദിച്ചു സുഷമ ആരാണെന്ന്. ഞാനങ്ങ് പറഞ്ഞു പോയി നാടകം നടിയാണെന്ന്. നമ്മളൊക്കെ റിഹേഴ്സലിൽ വന്നതാണെന്ന്. പുല്ല് പരിപാടി കാണിക്കരുത്. എടാ, ഇടയ്ക്ക് റിഹേഴ്സൽ കാണാൻ കയറി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാള്. ആരെങ്കിലും വന്നാൽ റിഹേഴ്സൽ ചെയ്യാൻ അറിഞ്ഞ് ഡയലോഗ് എഴുതി വെച്ചോ. പിന്നെ സംശയം തോന്നാതിരിക്കാൻ നടിക്ക് ഉടനെ നമ്മളൊരു തള്ള ഉണ്ടാക്കണം. പുലിവാലായ ഇങ്ങനെയുള്ള കേസുകളിൽ കുറച്ച് പുലിവാലൊക്കെ പിടിക്കേണ്ടി വരും. സച്ചു ദേ, സുഷ്മ മേളിലേക്ക് പോയിക്കോളൂ, ഞാൻ വന്നോളാം. എടാ, ഇത് കുണ്ടറയാണോ? പിന്നല്ലാതെ എന്നെയും സുഷ്മ അറിയുന്ന കുണ്ടറ ശാരങ്ങൻ അപ്പുറത്ത്. അയാൾ എന്റെ ചേട്ടന്റെ കൂട്ടുകാരനാ. നമ്മളൊക്കെ എത്തിയവരും ചിലപ്പോൾ വന്നേക്കും ഇങ്ങോട്ട്. ശോ, ഇതിപ്പോ സർവത്ര പുലിവാലായല്ലോ. இதுதான் அந்த வீடு. വാ, നമുക്ക് അകത്ത് കയറി തിട്ടപ്പെടുത്തിട്ട് പോവാം. പുള്ളിയെങ്ങാനും വന്നാ എന്നെയും കാണരുത്, സുഷ്മയും കാണരുത്. ഞാൻ പറഞ്ഞ പോലെയാണ് നിങ്ങൾ പുള്ളിയെ കൈകാര്യം ചെയ്തോണം. എടാ, ശാരങ്ങൻ വരുന്നു. നീ ടെൻഷൻ അടിക്കാതെ, അത് ഞാനും മജീദ് ഏറ്റു. വാ. പിന്നെ നീ സച്ചിനെയും സുഷമയും കൊണ്ട് മോളി പോരുന്നോ? വാ. നമസ്കാരം. എവിടെ? വിശ്വനാഥൻ പിള്ളയുടെ അനിയനോട് പോയി. പുറത്തേക്ക് പോയിരിക്കുക. ഓ, ആരാ? കുണ്ട്രശാരംഗൻ എന്ന് പറയും. ഈ വീടിന്റെ നോക്കി നടത്തിപ്പൊക്കെ ഞാനാ. ഇവിടെ അടുത്താ താമസം. ഇരിക്കും. ഒരു നടിയുണ്ടെന്ന് കേട്ടു. നടി വരും. വരുമോ? അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞതോ? അത് വന്നവള് പിണങ്ങിപ്പോയി. പുതിയ ആളെ തപ്പിപ്പോയിരിക്കുക വിക്രമൻ. അപ്പൊ ഇന്നെത്തും. എന്താ നാടകത്തിന്റെ പേര്? വസുന്ധരാപഹരണം. നല്ല പേര്. ഏത് കലാസമിതിയുടേതാ? വസുന്ധര കമ്പൈൻസ്. അതും കൊള്ളാം. ആരാ എഴുതിയത്? ഏതോ ഒരു വസുന്ധര. ആരാ നൃത്ത സംവിധാനം? വസുന്ധര PP. ഗാനരചന? PP വസുന്ധര. മറ്റതോ? ശബ്ദം വിളിച്ചോ? വസുന്ധര ആൻഡ് വസുന്ധര. സംവിധാനോ? എക്സൈസ് പങ്കജാക്ഷൻ പിള്ള ഉപേക്ഷിച്ച വസുന്ധര. പിന്നെ കാണാം നമുക്ക്. പിന്നെ ആരാ ഇവന്മാര്? വസുന്ധര ഉപേക്ഷിച്ചു. ഒന്നറിയണമല്ലോ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഡിറ്റക്റ്റീവ്സ് ആണ്. ഇവിടെ എന്താ? അകത്ത് ആരൊക്കെ ഉണ്ടെന്നറിയാൻ. അകത്ത് കുറച്ച് പിള്ളേര് മാത്രമേ ഉള്ളൂ. இல்ல அந்த பசங்க கூட இன்னொரு ஆளும் இருக்கு. അതാര്? ஒரு அம்மா. അമ്മ വസുന്ധരയാ? പേര് தெரியாது. അപ്പൊ അത് നേരാണല്ലേ? പങ്കജാക്ഷൻ പിള്ള വസുന്ധര ഉപേക്ഷിച്ചു അല്ലേ? அதுவும் தெரியாது.
അപ്പൊ പിള്ളേരെല്ലാരും കൂടി വസുന്ധര എന്റെ തല കെട്ടിവെക്കാൻ വേണ്ടി ഇങ്ങോട്ട് വലിച്ചോട്ട് തിരിക്കാണല്ലേ? இருக்கலாம் അപ്പൊ ഇത് ശരിക്കും വസുന്ധരാഭരണം തന്നെയാണല്ലേ? உனக்கு வேணாம்னா எங்களுக்கு கொடுத்துரு நாங்க எடுத்துக்கிறோம்ல ഉറപ്പാണോ? കൊണ്ടുപോയിക്കളാമോ? கண்டிப்பா അപ്പൊ എന്നാ വാ, തിങ്ക് പண்றேன். வா